നിതിൻ്റെ അച്ഛന് കമ്പനിയിലെ 20% ഷെയറാ. ബാക്കി എൻ്റെ അഞ്ജലിയുടെയും പേരിലാണ്. എൻ്റെ മോൾക്ക് എല്ലാം കൊണ്ട് ഒത്തൊരു ഭർത്താവിനെ തന്നെയാണ് ഞാൻ നോക്കിയത്. എല്ലാം കൊണ്ടും നിതിൻ അതിന് യോഗ്യനായിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ അവൻ അത്രയും വലിയ പൊസിഷനിൽ എത്തിയിരുന്നു. ഞാൻ അവൻ്റെ പണവും പ്രശസ്തിയും മാത്രമാണ് നോക്കിയതെന്ന് പറയുന്നതാവും ശരി. ഉള്ളിൽ അടക്കി പിടിച്ച തേങ്ങലോടെയാണ് രമേശ് എല്ലാം പറഞ്ഞത്. എല്ലാം കേട്ടുകൊണ്ട് നിന്നല്ലാതെ ശിവ ഒന്നും മിണ്ടിയില്ല. അവനും എൻ്റെ കൂടെ ബാറിൽ വരാറുണ്ട്, പക്ഷെ അവൻ കഴിക്കില്ല. അവൻ്റെ നല്ല സ്വഭാവമായിട്ട് ഞാനത് കണ്ടു. എനിക്ക് കമ്പനി തന്നു അവൻ എൻ്റെ മുമ്പിൽ നന്നായിട്ട് അഭിനയിച്ചു. എന്നെ കുടിപ്പിച്ച് ബോധം കളഞ്ഞതും അവൻ ബില്ല് പേ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. ചെറിയൊരു ബോധത്തിൽ എനിക്കെല്ലാം ഓർമ്മയുണ്ട്, പക്ഷേ അത് ബില്ലായിരുന്നില്ല, എൻ്റെ പേരിലുള്ള കമ്പനിയുടെ ഷെയറായിരുന്നു. രമേശ് പറഞ്ഞു നിർത്തി ശിവയെ നോക്കി. അവൻ അതേ നിൽപ്പ് തന്നെയായിരുന്നു. അവനിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലായിരുന്നു. ഇന്ന് അവൻ ഓഫീസിൽ വന്നിരുന്നു. അവൻ മാറിന്ന് സംസാരിക്കുമ്പോൾ കേട്ടതാണെല്ലാം. ആ സമയം ആകെ തകർന്നു പോയി. അവൻ അത്രയും വിശ്വസിച്ച് എന്നെ അവൻ സമർത്ഥമായി ചതിച്ചു. ഞാനെന്താ ചെയ്യേണ്ടത്? ശിവ ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. രമേശ് കൈകൾ ഉയർത്തി അവൻ അടുത്ത് വിളിച്ചു. ശിവ അടുത്തിയെന്നു രമേശ് അവൻ്റെ കയ്യിൽ പിടിച്ചു. നിനക്കെന്നോട് ദേഷ്യാവുമെന്ന് എനിക്കറിയാം. നിന്നെ സ്നേഹിച്ചതിന് എൻ്റെ മോളെ ഞാൻ ആദ്യമായിട്ട് തല്ലി. അതിനുള്ള ശിക്ഷയായിരിക്കും ഇത്. എൻ്റെ മകള് നിനക്കുള്ളതാ. അവൻ്റെ ലക്ഷ്യം എൻ്റെ സ്വത്ത് മാത്രമല്ല ശിവ, എൻ്റെ മോള് കൂടിയാ. അത് പറഞ്ഞതും ശിവയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ്റെ കണ്ണുകൾ ചുവന്നു വരുന്ന രമേശ് കണ്ടു. ശിവ അവനെ തള്ളുമെന്ന് ഉറപ്പായതും രമേശ് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അഞ്ജലിയുടെ പേരിലുള്ള സ്വത്തുകൂടെ സ്വന്താക്കാനാ അവൻ്റെ അടുത്ത ലക്ഷ്യം. അവളോട് ഒരു തരി പോലും സ്നേഹമില്ലാത്ത എൻ്റെ മോളെക്കുറിച്ച് അവൻ മോശമായി പറയുന്ന കേട്ട എൻ്റെ അവസ്ഥ. എൻ്റെ മോളുടെ ശരീരം വിഹിതം വെക്കുന്ന പോലെ അവൻ പറഞ്ഞു. അത്രയും കേട്ടതും ശിവയുടെ നിയന്ത്രണം വിട്ടിരുന്നു. അവൻ ക്രോധം നിറഞ്ഞ് എഴുന്നേൽക്കാൻ നിന്നും രമേശ് അവനെ തടഞ്ഞു. വേണ്ട, അവനെ തള്ളിയത് കൊണ്ട് മാത്രം കാര്യമില്ല. എൻ്റെ ആഗ്രഹം മറ്റൊന്നാ. നീ എനിക്ക് വേണ്ടി അത് ചെയ്യണം. അഞ്ജുവിൻ്റെ അച്ഛനായി കണ്ട് ചെയ്യണ്ട, രമേശ് നിനക്ക് തരുന്ന കൊട്ടേഷനായി കണ്ട് ചെയ്യണം. രമേശ് അയാളുടെ മനസ്സിലുള്ള മുഴുവൻ ശിവയോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് ശിവ ആലോചനയോട് നിന്നു. പറഞ്ഞു കഴിഞ്ഞ് രമേശ് അവനെ നോക്കി. നിന്നെ വിലയിരുത്തുന്നതിൽ എനിക്ക് തെറ്റുപറ്റി, അതെനിക്ക് തിരുത്തണം. ഇത് ഞാൻ മനസ്സറിഞ്ഞ് പറയുന്നതാ. നീ എൻ്റെ കൂടെ വേണം. ശിവ ഒന്നുമില്ലാതെ തലയാട്ടിക്കൊണ്ട് അവിടുന്ന് തിരിഞ്ഞടന്നു. അവൻ പോയതും രമേശ് സമാധാനത്തോടെ കിടന്നു. ശിവയോടുള്ള ദേഷ്യം അവനിൽ പണമില്ലാതിരുന്ന മാത്രമായിരുന്നില്ല, അവനൊരു തെമ്മാടി കൂടെ ആയതുകൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ സഹായിക്കാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. തൻ്റെ മകളുടെ തീരുമാനം ശരിയായിരുന്നു. അയാൾ ആശ്വാസത്തോടെ കണ്ണടച്ചു. ശിവ പുറത്തു വന്നു. ഡാനി അവൻ്റെ അരികിലേക്ക് വന്നു. ശിവയുടെ കണ്ണുകൾ ആദ്യം ചെന്ന് നിതിനിലേക്കായിരുന്നു. ഫോണിൽ സംസാരിച്ച് നിൽക്കുന്ന നിതിനെ രൂക്ഷമായി നോക്കി ഒന്നും മിണ്ടാതെ അവിടുന്ന് പോയി. അവൻ പോകുന്ന അഞ്ജലി കണ്ടിരുന്നു. അവൻ്റെ കൂടെ പോകാൻ തോന്നിയെങ്കിലും നിതിൻ നിൽക്കുന്ന അഞ്ജലി പോയില്ല. അവൾ രാധയുടെ അടുത്ത് പോയിരുന്നു. ശിവയുടെ പുറകിൽ ഡാനിയും ഉണ്ടായിരുന്നു. ശിവ തിരിഞ്ഞ് ഡാനിയെ നോക്കി. നീ ഇവിടെ വേണം, ഞാൻ വരാം. നീ എവിടെ പോവും? അവളോടെങ്കിലും പറഞ്ഞിട്ട് പോ. വേണ്ട, ഞാൻ പോയെന്ന് പറയണ്ട, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ശിവ ഗൗതമിടാ പറഞ്ഞു. ശിവ ബൈക്കിൽ കയറി പോയതും ഡാനി ഗൗതമിന്റെ അടുത്ത് പോയിരുന്നു. അവനെവിടെ? എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്താടാ? ശിവയുടെ മുഖം കണ്ട എനിക്കറിയാം, വരട്ടെ കണ്ടുപിടിക്കാം. ഡാനി ആലോചനയോട് പറഞ്ഞു. ഗൗതമിന്റെ കണ്ണുകൾ അഞ്ജലിയിലേക്ക് നീണ്ടു. നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചുകൊണ്ടിരിക്കുന്ന അവളെ കണ്ട് ഗൗതമിന് സങ്കടം തോന്നി. അവളുടെ ദുഃഖങ്ങൾക്കൊരു അറുതിയില്ലേന്നോർത്ത് അവളെ ഉറ്റുനോക്കി. രാത്രി പിന്നെ ശിവ വന്നില്ല. അഞ്ജലി അവൻ വരുമെന്ന് കരുതി പ്രതീക്ഷയോടെ ഇരുന്നു. നിതിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത് രമേശിനെ മുറിയിലേക്ക് മാറ്റി. കുറ്റബോധം കാരണം അഞ്ജലിക്ക് രമേശിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നി. അവളുടെ അകന്നുമാറ്റം മനസ്സിലാക്കി രമേശ് അവൾ അടുത്ത് വിളിച്ചു. അഞ്ജു. അവൾ ചെറുചിരിയോടെ രമേശിന്റെ അരികിൽ പോയിരുന്നു. രമേശ് അവളുടെ കവളിൽ പതിയെ തലോടി. സോറി പപ്പ, ഞാൻ കാരണം. അല്ല മോളെ, എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അവൾ രമേശിനെ കെട്ടിപ്പിടിച്ചു. രാധയും അജിയും എല്ലാതും കണ്ട് സന്തോഷിച്ചു. മുറിക്ക് വെളിയിൽ നിന്ന് ഇതെല്ലാം ഡാനി കാണുന്നുണ്ടായിരുന്നു. ആ സമയമാണ് അങ്ങോട്ട് ഗൗതമും നിതിന്റെ കൂടെ വന്നു. നിതിനെ കണ്ടതും രമേശിന്റെ മുഖം മാറി. അയാൾ ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി. അത് പുറത്തു വരാതിരിക്കാൻ നന്നായി പാടുവിട്ടു. നിധി രമേശിന്റെ അടുത്ത് വന്നു. പപ്പ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് രമേശ് മുഖം തിരിച്ച് കിടന്നു. വയ്യാത്തോണ്ടായിരിക്കുന്നു കരുതി നിതിൻ മാറിയിരുന്നു. അജയും ഗൗതം കൂടെ വീട്ടിലേക്ക് പോയിരുന്നു. രമേശിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാനായിരുന്നു. അഞ്ജലി രമേശിന്റെ അടുത്ത് തന്നെ ഇരുന്നു. മനസ്സിൽ ശിവയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. പോകുമ്പോൾ യാത്ര പോലും പറയാതെ പോയ പരിഭവം അവളിൽ ഉണ്ടായിരുന്നു. ശിവയുടെ കോൾ വന്നു. ഡാനി അവിടെ നിന്നും മാറിയിരുന്നു. നീ എവിടെയാടാ?
ആ നായിന്റെ മോൻ അവിടെ ഉണ്ടോ? ആര്? നിതിൻ. ഉണ്ട്, അവൻ പോയിട്ടില്ല. പിന്നെ ഒന്നും പറയാൻ ശിവ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് ശിവ വന്നു. അവൻ മുറിയിലേക്ക് പോകുമ്പോൾ പുറത്ത് ചെറിയിലേക്കൊന്ന് എതിരെ കണ്ട ദേഷ്യം രസി കയറി. എന്തെങ്കിലും ചെയ്തു പോകുമെന്ന് ഭയന്ന് അവൻ വേഗം അകത്തേക്ക് കയറി. ശിവയെ കണ്ടതും അഞ്ജലി ഞെട്ടി എഴുന്നേറ്റു. രമേശ് അവൻ എന്തെങ്കിലും പറയുമെന്ന് പേടിയായിരുന്നു അഞ്ജലിക്ക്. ശിവയെ കണ്ട് രമേശിന് സന്തോഷം തോന്നി. എന്നാൽ ശിവ അവരോടും ചിരിച്ചില്ല. മാത്രമല്ല അവൻ അഞ്ജലിയെ നോക്കിയത് പോലുമില്ല. എല്ലാവരും ഒന്ന് പുറത്തു പോ. ശിവ അരയിൽ കൈകുത്തിന്ന് അഞ്ജലിയെ നോക്കാതെ തന്നെ പറഞ്ഞു. അഞ്ജലി രാധയും പരസ്പരം നോക്കി. പോവാനല്ലേ പറഞ്ഞു? ശിവ ദേഷ്യത്തിൽ അലറിയതും അഞ്ജലി രാധയിലൂടെ വേഗം പുറത്തുപോയി. അവർ പോയതും ശിവ വാതിലടച്ച് കുറ്റിയിട്ട് രമേശിന്റെ അടുത്തേക്ക് കസേര വലിച്ചിട്ടു. നിങ്ങൾക്ക് നഷ്ടമായ സ്വത്ത് ഞാൻ അവനെ കൊണ്ട് തന്നെ തിരിച്ചു ധരിപ്പിക്കും. കൂടാതെ എന്റെ പെണ്ണിനെ മോഹിച്ചിനുള്ള ബോണസ് എന്റെ വക. രമേശ് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. രമേശിനോട് ദേഷ്യമില്ലെങ്കിലും ശിവക്കായോട് കൂടുതൽ അടുപ്പം തോന്നിയില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ശിവ പറഞ്ഞെല്ലാം കേട്ടു രമേശ് ചിരിയോടെ തലയാട്ടി. ശിവ വാതിൽ തുറന്ന് പുറത്തുപോയി. അവൻ ഫോണെടുത്ത് കുറച്ച് മാറി ഒരു ചെയറിൽ പോയിരുന്നു. അഞ്ജലിക്ക് അവനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിതിൻ ഇരിക്കുന്നത് കൊണ്ട് അതിന് കഴിഞ്ഞില്ല. അഞ്ജു, നിതിൻ, നിങ്ങൾ അദ്ദേഹം വിളിക്കുന്നു. രാധ വിളിച്ചതും അഞ്ജലി ശിവയെ നോക്കി അകത്ത് കയറി. അവളുടെ പുറകിൽ നിതിൻ. ഡാനി ശിവയെ സൂക്ഷിച്ചു നോക്കി മുറിയുടെ വാതിൽക്കൽ പോയി നിന്നു. ആ സമയം അജയും ഗൗതമും അങ്ങോട്ട് വന്നു. അവരുടെ കൂടെ ശാലിനിയും കീർത്തിയും ഉണ്ടായിരുന്നു. കീർത്തിയെ കണ്ടതും ഡാനി ഷർട്ട് ശരിയാക്കി. എന്നാൽ കീർത്തി അവനെ നോക്കുപോലും ചെയ്യാതെ അകത്തുപോയി. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ നിൽക്കുമായിരുന്നു. രമേശ് എന്താവും പറയുന്നെന്ന ആകാംക്ഷയോടെ എല്ലാവരും അയാൾ ഉറ്റുനോക്കി. ഡാനി ചെവി കൂർപ്പിച്ചു. അഞ്ജുവിന്റെയും നിതിന്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അത് കേട്ടതും നിതിനൊഴികെ എല്ലാവരും ഞെട്ടി. അഞ്ജലിയുടെ കൈകൾ കഴുത്തിലെ താലിയിലേക്ക് നീണ്ടു. ഡാനി ഞെട്ടിത്തിരിഞ്ഞ് ശിവയെ നോക്കി. ശിവ ഫോണിൽ നോക്കി ചിരിയോടെ ഇരിക്കുന്ന കണ്ട് ഡാനിക്ക് സംശയം ഉദിച്ചു. നിതിൻ മനസ്സിൽ കണക്കൂട്ടിയതെല്ലാം നടക്കാൻ പോകുന്ന സന്തോഷത്തോടെ ചിരിച്ചു. എന്നാൽ ശിവ അവന്റെ കണക്കൂട്ടുകളെല്ലാം പൊളിക്കുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു. ശിവ അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടിയത് എല്ലാവർക്കും അറിയാമായിരുന്നു. രമേശ് അത് അറിഞ്ഞിട്ടില്ലെന്നാണ് അവരെല്ലാം കരുതിയത്. അഞ്ജലി ആ സത്യം രമേശിനോട് പറയാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ ശിവയെ തനിക്ക് നഷ്ടമാവുമെന്ന ബോധം അവൾക്കുണ്ടായിരുന്നു. നിതിനും എല്ലാം അറിഞ്ഞോട്ടെ എന്ന് അവൾ കരുതി. ഒരിക്കലെല്ലാം അവൻ അറിയുമല്ലോ. പപ്പ, എനിക്ക്... അഞ്ജു, നീ എതിരൊന്നും പറയരുത്. പപ്പയുടെ അവസാനത്തെ ആഗ്രഹം കണ്ടെങ്കിലും. എന്താ പപ്പ ഇങ്ങനെയൊക്കെ? നിതിൻ, അച്ഛനോട് പറഞ്ഞോളൂ, ഈ വരുന്ന സൺഡേ, അതായത് ഇന്നേക്ക് 4-ാം നാൾ നിന്റെ അഞ്ജുവിൻ്റെയും വിവാഹം. ഇത്ര പെട്ടെന്ന് വേണോ പപ്പ? പപ്പയുടെ അസുഖമെല്ലാം മാറിയിട്ട് പോരെ? അജയായിരുന്നു പറഞ്ഞത്. അഞ്ജലിയുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ടാണ് അജയ് അത് ചോദിച്ചത്. ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കണ്ട എനിക്ക് കൂടുതൽ സന്തോഷമാവും. വീണ്ടും വീണ്ടും വേദനകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടുള്ള പോലെ അഞ്ജലി നിന്നു. നിതിൻ സന്തോഷത്തോടെ പോകുന്ന കണ്ടു. രമേശ് ഉള്ളിലെ കാനിൽ എരിയുന്നറിഞ്ഞു. അഞ്ജലി കരഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ നേരെ ശിവയുടെ അരികിലേക്കാണ് പോയത്. അവന്റെ അരികിൽ പോയിരുന്നു. അഞ്ജലിയുടെ സങ്കടം കണ്ട് ഡാനിക്ക് പോലും ശിവയോട് ദേഷ്യം തോന്നി. പപ്പന്റെ വിവാഹം നടത്താൻ പോവാണെന്ന് നീ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ? ഞാനെന്തു പറയാൻ? നിന്റെ തന്തയുടെ ആഗ്രഹമല്ലേ, അങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. എനിക്ക് ജീവനുണ്ടെങ്കിൽ നടക്കില്ല. ഞാൻ പപ്പയുടെ എല്ലാം പറയാൻ പോവാ. ശിവ ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി. അഞ്ജലി തകർന്ന മനസ്സോടെ താലിയിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾ ഇറുകിയടച്ച് തല കൈവച്ച് അവൾ അതേ ഇരിപ്പിരുന്നു. കീർത്തിയും ഗൗതം അവിടെ ഇരുപുറവും വന്നിരുന്നു. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഗൗതം, എനിക്ക് വയ്യണം. പപ്പയുടെ എല്ലാം തുറന്നു പറയുന്ന വെച്ചാൽ ഇനി എന്തെങ്കിലും ആയാലോ? ഏയ്, നീ സമാധാനമായിട്ട് ഇരിക്കടി. നിന്റെ റൗഡി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അവനൊന്നും പറയുന്നില്ല. ഇനി ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അനുഭവിക്കാൻ. അഞ്ജലി മുഖം പൊത്തിയിരുന്നു. അവളുടെ സങ്കടം ഗൗതമിന് താങ്ങാൻ കഴിയില്ല. അവൻ ശിവയെ തിരിഞ്ഞു നോക്കി. ശിവയെ കണ്ടതും ഗൗതമന്റെ അരികിലേക്ക് പോയി. അവളിങ്ങനെ സങ്കടപ്പെടുത്തില്ല. നിന്നെ സ്നേഹിച്ചെന്നൊരു തെറ്റ് അവൾ ചെയ്തിട്ടുള്ളൂ. അതിനെല്ലാവരും കൂടി അതിനെ നിനക്ക് വേണ്ടിയല്ലേ അവളെല്ലാം സഹിച്ച്. എന്നിട്ട് നീ പോലും എന്താ അവളോട് ഇങ്ങനെ? അവരുടെ സംസാരം കണ്ടുകൊണ്ടാണ് ഡാനി അങ്ങോട്ട് വന്നത്. ഗൗതം അഞ്ജലിയെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായത്. ഡാനി അവന്റെ കൂടെ കൂടി. ശിവ, നിന്റെ മനസ്സിൽ എന്തുകൊണ്ടെന്ന് എനിക്കറിയാം. നീ കാര്യം എന്താന്ന് പറ. ശിവ ദൂരെ നോക്കി. അവൻ രമേശ് പറഞ്ഞില്ല അവരോട് പറഞ്ഞു. എല്ലാം കേട്ടതും ഗൗതം ഞെട്ടി. ഡാനി ദേഷ്യം അടക്കി. എന്നിട്ട് നീ എന്താ അവനെ വെറുതെ വിട്ടേ? വെറുതെ വിടേ, അവനുള്ള ഞാൻ കൊടുക്കും. ഇപ്പോഴല്ല, സ്ഥലവും സമയമൊക്കെ ശിവ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അഞ്ജുവിനോടെങ്കിലും എല്ലാം പറയും, അല്ലെങ്കിൽ അവൾ ഉരുകി തീരും. അവളോട് ഞാൻ പറഞ്ഞോളാം. ശിവ അവരെ നോക്കി പറഞ്ഞു. ഗൗതമിന് ആശ്വാസമായി. ശിവ അഞ്ജലിയുടെ അടുത്ത് പോയിരുന്നു. അവനെ കണ്ട് കീർത്തി അഞ്ജലിയുടെ അടുത്തുനിന്ന് പോയി. അവൻ വന്നറിഞ്ഞിട്ടും അഞ്ജലി അവനെ നോക്കിയില്ല. എന്താടി, നിന്റെ തന്തയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ നിനെങ്ങനെ മോങ്ങുന്നേ? ഞാൻ കരഞ്ഞ നിനക്കെന്താ? എനിക്ക് ആരുമില്ല, എന്നെ മനസ്സിലാക്കാനും ആരുമില്ല. നീ വാ, ഇന്നലെ ഇരിപ്പ് തുടങ്ങിയല്ലേ? ഞാൻ എങ്ങോട്ടുമില്ല.
ഡീ പുല്ലേ, തൂക്കിയെടുത്ത് കൊണ്ടുപോകണേ പോന്നോ, ഞാൻ പുറത്തുണ്ടാവും. ശിവ ദേഷ്യത്തിൽ അലറിയത് അഞ്ജലി പേടിച്ച് ചുറ്റും നോക്കി. ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് ശിവ ഡാനിയുടെയും ഗൗതമിന്റെ അടുത്ത് പോയി. ഡാ, ഞാൻ അവളെ കൊണ്ടുപോവാ. ആര് ചോദിച്ചാൽ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞാൽ മതി. എന്താ മോനെ ഒരു കള്ളലക്ഷണം? എൻ്റെ ഭാര്യ കൊണ്ടാ ഞാൻ പോകുന്നത്. ആയിക്കോട്ടെ, തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും സന്തോഷമായി വരണം, ഗൗതം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവ പോവാൻ നിന്നും ഡാനി പതി അവൻ്റെ ചെവിയിൽ പറഞ്ഞു. ആക്രാന്തം കാട്ടി കൊളാക്കരുത്, ഓടത്തിണ്ടി. ഡാനി ശിവയെ ഒഴിഞ്ഞു നോക്കി. അവന്റെ വയറിൽ പതിയടിച്ചുകൊണ്ട് ശിവ പോയി. അവന്റെ പുറകിലായി അഞ്ജലിയും ഉണ്ടായിരുന്നു. അവൾ ഗൗതമിനെ നോക്കിയതും അവൻ അവളോട് പോയിവാ എന്ന് കാണിച്ചു. കണ്ണു തുടച്ചുകൊണ്ട് അഞ്ജലി നടന്നു. ശിവയുടെ ബൈക്ക് അവൾക്ക് മുമ്പിൽ വന്നു. അവൾ അവനെ നോക്കാതെ കയറിയിരുന്നു. അവനിൽ നിന്ന് അകന്നു മാറി ഇരിക്കുന്നുണ്ട്. ശിവ അവളെ തിരിഞ്ഞു നോക്കി. നീയായിട്ട് പിടിക്കുന്നോ അതോ ഞാൻ പിടിപ്പിക്കണോ? അവനെ തുറിച്ചു നോക്കിയിട്ട് അഞ്ജലി അവനെ തോളിൽ കൈവച്ച്. ശിവ അവളുടെ കൈയെടുത്ത് അവന്റെ വയറിലൂടെ ചുറ്റി. അഞ്ജലി മുഖം കൂട്ടി അവനെ നോക്കാതെ ഇരുന്നു. ഇതെല്ലാം കുറച്ചു മാറി കാറിൽ നിന്ന് നിതിൻ കാണുന്നുണ്ടായിരുന്നു. കനലെരിയുന്ന കണ്ണുകളോടെ അവൻ ആ കാഴ്ച നോക്കിയിരുന്നു. അവന്റെ കൂടെയുള്ള അവന്റെ കൂട്ടുകാരൻ നിതിൻ നോക്കുന്നാണ്ട് അങ്ങോട്ട് നോക്കി. ശിവയെ കണ്ടാവൻ പേടിച്ചു. ഡാ, ശിവയല്ലേ അത്? നീ അതെങ്ങനെ നോക്കുന്നേ? അവന്റെ കൂടെയുള്ള അഞ്ജലിയാ. അവര് തമ്മിലെന്താ? ശിവയുടെ കൂടെ പോണെങ്കിൽ അത്ര അടുപ്പം വേണല്ലോ. നേരത്തെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ക്ലിയറായി. എന്തു വന്നാലും അവളെ എനിക്ക് വേണം. നീ ശിവയോടാണ് കളിക്കാൻ നിൽക്കുന്നത്. അവൻ നിന്നെ കളി പഠിപ്പിക്കും. നിനക്കവനെ അറിയില്ല. നിതിൻ അങ്ങ് അമേരിക്കയിൽ പോയി കളിച്ചവനാണോടാ. നിനക്കൊന്നും എന്നെ ശരിക്കും അറിയില്ല. അവളുടെ കഴുത്തിൽ താലിയൊന്ന് കെട്ടിക്കോട്ടെ ഞാൻ. താലി കെട്ടാൻ നിന്റെ കൈയുണ്ടെങ്കിലല്ലേ? കൂട്ടുകാരൻ ശബ്ദം താഴ്ത്തി പറയുന്ന കേട്ട് നിതിൻ അവന് ദേഷ്യത്തിൽ നോക്കി. മനസ്സിലെ കണക്കൂട്ടുകൾ പിഴക്കില്ലെന്ന ധാരണയോടെ അവൻ ചിരിച്ചു. മിണ്ടാതിരിക്കുന്ന അഞ്ജലിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ശിവ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു. അവന്റെ ദേഹത്ത് വീഴുമ്പോഴെല്ലാം അഞ്ജലി ഒന്നും മിണ്ടായിരുന്നു. എന്നെ എൻ്റെ വീട്ടിലാക്കിയാൽ മതി. ആക്കാം, പക്ഷെ ഒരു കടമുണ്ട്, അത് വീട്ടിയിട്ട്. അഞ്ജലി മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി. ശിവ മീശ വിരിച്ചുകൊണ്ട് ഇളംചിരിയോടെ ഇരുന്നു. നിന്റെ അന്നത്തെ പെർഫോമൻസിനുള്ള ഓസ്കാർ മേടിച്ചിട്ട് നീ എവിടെ വേണമെങ്കിലും പോയിക്കോ. അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായതും അഞ്ജലിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ അവനെ നോക്കി. കണ്ണാടിയിൽ കൂടെ ശിവ അവളെ നോക്കി സൈറ്റ് അടിച്ചു. അഞ്ജലിയുടെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു. നീയൊന്നും കഴിച്ചില്ലല്ലോ? എനിക്ക് വേണ്ട. വേണോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഒരു ചെറിയ ഹോട്ടൽ മുമ്പിൽ ശിവ ബൈക്ക് നിർത്തി. അഞ്ജലിയും കൊണ്ട് അവിടെ കയറിയതും അവിടെയുള്ള ആളുകളെല്ലാം ശിവയെ കണ്ട് വേഗം എഴുന്നേറ്റു. അവൻ അവരോടെല്ലാം ഇരിക്കാൻ പറഞ്ഞു. അഞ്ജലി ഒരു ഭാഗത്തിരുത്തി. കടക്കാരോട് എന്തൊക്കെയോ സംസാരിച്ച്. ശിവയെ കണ്ട ആളുകൾ ബഹുമാനിക്കുന്ന കണ്ട് അന്നം വിട്ടിരിക്കുകയാണ് അഞ്ജലി. ശിവയെ പോലെ ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ പേടി കൊണ്ടായിരിക്കുന്ന അഞ്ജലി ഊഹിച്ചു. മാറിന്ന് സംസാരിക്കുന്ന ശിവയെ തന്നെ നോക്കി അഞ്ജലി താടിക്ക് കൈകുത്തിയിരുന്നു. ശിവയുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന ചെറിയ മുടികൾ കാറ്റിൽ പാറുന്നു നോക്കി അഞ്ജലി അങ്ങനെ ഇരുന്നു. അവന്റെ സംസാരവും ചെറിയ ചിരിയും നോട്ടവുമെല്ലാം നോക്കി അഞ്ജലി സ്വയം മറന്നിരുന്നു പോയി. അവനെ കാണുമ്പോൾ ഹൃദയം ഇടിക്കുന്ന പോലും അവന് വേണ്ടിയാണെന്ന് തോന്നി. പ്രണയം ഒളിപ്പിച്ച മിഴികളോടെ ചുണ്ടിൽ ഇളം ചിരിയോടെ അവൾ അവനെ മാത്രം നോക്കിയിരുന്നു. കയ്യിൽ 2 പ്ലേറ്റ് എടുത്ത് അഞ്ജലിയുടെ അരികിൽ വന്നിരുന്നു. സ്വന്തം കെട്ടിയോന്നിങ്ങനെ വായി നോക്കുന്നോടി. താൻ നോക്കിയത് ശിവ കണ്ടെന്ന് മനസ്സിലായതും അഞ്ജലി ശമ്യ മുഖത്തോട് വേഗം മുഖം തിരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പോകാനിറങ്ങാൻ നേരമാണ് അഞ്ജലി ശിവയുടെ കയ്യിൽ പിടിച്ചത്. എൻ്റെ ഡ്രസ്സൊന്നും അവിടെ ഇല്ലല്ലോ, എനിക്ക് ഫ്രഷ് ആവാൻ. അതിന് നനയ്ക്കുന്ന ഡ്രസ്സ് വേണ്ടല്ലോ. ശിവ എടുത്തടിച്ച പോലെ മറുപടി നൽകിയതും അഞ്ജലി അവനെ തുറിച്ചു നോക്കി. ശിവ ബൈക്കിൽ നിന്ന് അവളെ നോക്കി ചിരിച്ചു. വീട്ടിലെത്തിയതും അഞ്ജലി ഇറങ്ങി പരിങ്ങി നിന്നു. ശിവ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടികൾ കയറാൻ തുടങ്ങി. അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ വിറക്കുന്ന ശിവ ശ്രദ്ധിച്ചിരുന്നു. വാതിൽക്കിലെത്തിയതും അകത്ത് കയറാതെ അഞ്ജലി ശിവയെ നോക്കി. ശിവ പുരികമുയർത്തി അവളെ എന്താ എന്ന ഭാഗത്തോടെ നോക്കിയെന്നു. എന്താടി ഒരു പരിങ്ങല്? അഞ്ജലി ചുമല് കൂച്ചി ഒന്നില്ലെന്ന് കാണിച്ചു. അകത്ത് കയറിയാൽ എന്തായാലും ശിവ തന്നെ വിടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവന്റെ പ്രണയം കൊതിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അതെല്ലാം ഓർത്ത് നാണവും പേടിയും ഉണ്ടായിരുന്നു. നീ ഇപ്പൊ മനസ്സിൽ കയറുന്ന എന്തായാലും നടക്കില്ല എലിക്കുട്ടി. ഈ പുലിക്കുട്ടി നിന്നെ വിടില്ല. റോഡി, അതെ, എനിക്ക് വെറുതെ വിക്കി കളിച്ച് നിൽക്കണ്ട. നീ ആദ്യം അകത്ത് കയറി. ഇന്ന് നമുക്ക് ആദ്യ രാത്രി ഒന്ന് ആഘോഷിക്കണം. അവൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു.